നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 2 മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ടൗൺ UPSലാണ്. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. LKG മുതൽ 7ാം ക്ലാസ് വരെ ഉള്ളതാണ്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് LKGയിലാണ്. നമുക്ക് ഓരോ കുട്ടികൾ അവിടെ ഇങ്ങനെ വന്നുകൊണ്ട് 2 മാസത്തെ അവധിക്ക് ശേഷം വീട് വിട്ട് വരുന്നതാണ്. കരച്ചിലും ചിരിയൊക്കെ ആവും. ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥ പോലെ ഇരിക്കും. നമുക്ക് മക്കളെ പേര് ചോദിക്കാം. പാവേൻ്റെ പേരെന്താ? ഐശ്വര്യ. എത്രാം ക്ലാസ്സിലാ? പുതിയ ഉടുപ്പൊക്കെയാണ്. പഠിക്കാൻ ഇഷ്ടമാണോ? സങ്കടമൊന്നുമില്ല? അമ്മ പോയോ? വീട്ടിൽ പോയോ? അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. മോളെ പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ വന്നത് മോള്? LKG ആണോ UKG ആണോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരെ പരിചയപ്പെട്ടോ? അതാ മൂക്ക് ബലൂൺ. ടീച്ചർമാരെ ഇഷ്ടപ്പെട്ടോ? എന്താ അവന് ആഗ്രഹം? പോലീസോ? മോദിലക്ഷ്മി. എത്രാം ക്ലാസ്സിലാ? ഓ, LKGയിലാ. എന്നിട്ട് എന്താ അമ്മ പോയോ? അമ്മ പോയി. ബാഗ് ബുക്കൊക്കെ മേടിച്ചോ? എത്ര ബുക്ക് മേടിച്ച്? 2 മേടിച്ചിട്ടുള്ളൂ. പേരെന്താ? മീനാക്ഷി. വീട് എവിടെയാ? എന്താണ് ഒരു സങ്കടം? ബലൂണ് കിട്ടാത്തോണ്ടാ? ടീച്ചർ ഇപ്പം തരും കേട്ടോ ബലൂണ്. എത്രാം ക്ലാസ്സിലപ്പോൾ മോള് പഠിക്കുന്നത്? ഇത് 2ാം ക്ലാസ്സാ. അതെ. ഭാവിക്ക് ബാഗൊക്കെ മേടിച്ചോ? ഏതാ ബാഗ് മേടിച്ചോ? ഡോറേൻ്റെ ബാഗാ മേടിച്ചേ? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ക്ലാസ്സിൽ വന്നതാ? അതെന്ത് സന്തോഷമില്ലാത്തേ? എൻ്റെ പേര് അനില. ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. 2 മാസത്തെ അവധിക്ക് ശേഷം നമ്മുടെ ജൂൺ 3 പ്രവേശനോത്സവം സംസ്ഥാനമൊട്ടാകെ വളരെ വിപുലമായ ചടങ്ങുകളിലൂടെ ആചരിക്കുമ്പോൾ വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂൾ നടത്തിയിട്ടുള്ളത്. പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിരുന്നു. അതിൻ്റെ ഏകദേശം 50% നമ്മൾ വർക്ക് പൂർത്തീകരിച്ചു. അപ്പോൾ അതിൻ്റെ ക്ലാസ് മുറികളാണ് ഈ കാണുന്നത്. ഇത് പുതിയ ക്ലാസ് മുറിയാണ്. ഇതുപോലെ 3 ക്ലാസ് മുറികളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. LKG UKGയിൽ 127 കുട്ടികളാണ് അഡ്മിഷൻ ഉള്ളത്. 1ാം ക്ലാസ്സിൽ 95 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. LKG UKG ക്ലാസ്സുകളിൽ നിന്ന് 1ലേക്ക് പോയവരും പുറത്തുനിന്ന് UKG കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ 95ഓളം കുട്ടികൾ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. ടോട്ടൽ 1000-ൽ പുറത്ത് കുട്ടികൾ ഉള്ള ഒരു സ്കൂളാണ്. നാളെ മുതൽ സ്കൂൾ വണ്ടികൾ ഓടി തുടങ്ങും. പൂർണ്ണമായ രീതിയിൽ ക്ലാസ് സജ്ജീകരിക്കും. 2000-ഓളം പേർക്കുള്ള പായസം മധുരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും എല്ലാ ജീവനക്കാരും നാട്ടുകാരും വളരെ വലിയ പങ്കുവഹിക്കുന്ന PTA-യും SMC-യും പ്രത്യേകിച്ച് എടുത്തു വരേണ്ട നമ്മുടെ നഗരസഭ ഒരുപാട് സൗകര്യങ്ങൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിന് ഒരുക്കി തന്നു. നമ്മുടെ കെട്ടിടങ്ങൾ പെയിൻ്റടിച്ച് മെയിൻ്റെനൻസ് ചെയ്ത് തന്നു. 10 ലക്ഷം രൂപയ്ക്ക് 3 ക്ലാസ് മുറികൾ സജ്ജീകരിച്ച് നല്ലതായിട്ട് തന്നു. അപ്പം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ടോയ്ലറ്റുകൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നല്ല കൊട്ടാരക്കര നഗരസഭ ഈ സ്കൂളിനെ ചേർത്ത് പിടിക്കുകയും എല്ലായ്പ്പോഴും കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളെന്നുള്ള പരിഗണന നൽകി വളരെ കരുതലോടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നഗരസഭയുടെയും SMC-യുടെയും PTA-യുടെയും ഇവിടുത്തെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും പ്രത്യേക താല്പര്യം കൊണ്ടും അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലവും ആയിട്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നത്. വളരെ സന്തോഷം. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും നഗരസഭയും ഒക്കെ സന്തുഷ്ടരാണ്. കൊട്ടാരക്കര സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നഗരസഭ പ്രവേശനോത്സവം ഇവിടെ വെച്ച് സംഘടിപ്പിച്ചു. നമ്മളെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഉടനെ ഉദ്ഘാടനം തുടങ്ങും. വിവിധ കുട്ടികളുടെ കലാപരിപാടികളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പുതിയ കുട്ടികളൊക്കെ വന്നു തുടങ്ങി. അവർ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് പറ്റത്തില്ല. ഇപ്പം സൈലൻ്റായിട്ടിരിക്കും. ഇച്ചിരി കഴിയും. ഇനിയിപ്പോൾ ഒരാഴ്ച ഇന്നിപ്പോൾ രക്ഷിതാക്കളുമായിട്ടൊക്കെ അല്ലേ വരുന്നത്. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ രീതിയൊക്കെ മാറുമായിരിക്കും. ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇന്നൊന്നും കൊടുക്കുന്നില്ല. ക്ലാസ് തുടങ്ങിയിട്ട് കൊടുക്കാം. രാവിലെ 9:30 തൊട്ട് 3:30 വരെയാണ്.
നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടികളോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. UKG എവിടെയാണ് പഠിച്ചത്? ഇപ്പോൾ 1ാം ക്ലാസ്സിലാ? എവിടെന്നാ വരുന്നത്? നെല്ലിക്കുന്നത്തുനിന്നോ? സ്കൂൾ ഇഷ്ടമായോ? പുതിയ ഡ്രസ്സൊക്കെയാ? നല്ലോണം പഠിക്കണം കേട്ടോ, അമ്മേനെയൊക്കെ സഹായിക്കണേ. മോളെ പേരെന്താ? എവിടെന്നാ വരുന്നത്? കൊട്ടാരക്കര. ഇവിടെയാണ് LKG UKG ഒക്കെ പഠിച്ചത്. ഇപ്പോൾ 2 മാസത്തെ അവധിയല്ലേന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? ഇനിയിപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആയോ? പുതിയ ഫ്രണ്ട്സ് ആവണ്ടേ? ബാഗൊക്കെ മേടിച്ചോ? പുതിയത് ബുക്കൊക്കെ മേടിച്ചോ? ഇനി നന്നായി പഠിക്കണം കേട്ടോ. പഠിച്ച് എന്താവാൻ ആഗ്രഹം? നോക്ക്, ഡോക്ടർ ആവണം കേട്ടോ. പഠിച്ച് വലിയ ആളാവണേ. എവിടെന്നാ വരുന്നത്? കൊട്ടാരക്കര. ഇവിടെയാണ് LKG പഠിച്ചത്? ഇവിടെയല്ല. എവിടെയാ പഠിച്ചത്? ഞാൻ UKG പഠിച്ചതില്ല, അപ്പുറത്തെ ക്ലാസ്സിലാ. LKG അതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലോ? ഇപ്പോൾ 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ കുരുത്തക്കേടൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ കുരുത്തക്കേട് കാട്ടാൻ വന്നതാ? അതോ പഠിക്കണോ? പഠിക്കാൻ. കുരുത്തക്കേട് കാട്ടണ്ടേ? ഇപ്പോൾ വേണ്ട. ഫ്രണ്ടിനെ കിട്ടിയോ? പുതിയ ഫ്രണ്ടിനെ? അല്ല, പഴയ ഫ്രണ്ടിനെ തന്നെ. ഇതാണോ പഴയ ഫ്രണ്ട്? എന്താ പേര്? പഴയ ഫ്രണ്ടിന്റെ പേരെന്താ? ദുർഗ. എവിടെന്നാ വരുന്നത്? ദുർഗ സദാനന്ദപുരം. എന്നിട്ട് പുതിയ ബാഗ് ഡോറേന്റെ ബാഗാണല്ലോ. എന്റെ ബാഗ് ഡോറേന്റെ. ഇനി പഠിച്ചിട്ട് എന്താവാൻ രണ്ടാക്കും ആഗ്രഹം? എനിക്ക് ടീച്ചറോ? നമുക്ക് ക്ലാസ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ക്ലാസ് 3 ക്ലാസ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ബെഞ്ചും ഡെസ്കുകളും എല്ലാം, ടോയ്ലറ്റിൻ്റെ സൗകര്യം എല്ലാം, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള പാത്രങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആക്ടിവിറ്റീസ് ബേസ്ഡ് ആണല്ലോ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അറിയല്ലേ, ബുക്കുകളുണ്ട്. ഇവർക്ക് കൊടുത്തേക്കുന്ന ബുക്കുകളായത്. ഇതെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡയറി എഴുതാനുള്ള 1ാം ക്ലാസ് മുതൽ കുട്ടികൾ ഡയറി എഴുതും ബുക്കുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 1ാം ക്ലാസ്സിലെ ഡയറി അച്ചടിച്ച് പ്രദർശിപ്പിച്ചു. ആ ഡയറി കൊണ്ട് കാണിക്കാം. ഇവർക്ക് 1ാം ക്ലാസ്സുകാർക്ക് ഈ 90 പേർക്കും ഡയറി എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ പതിച്ച ബുക്ക് കൊടുത്തേക്കുവാണ്. ഓരോരുത്തരും ഫോട്ടോ പതിച്ച ബുക്കാണ്. നമ്മൾ ജൂൺ 19 ആകുമ്പോഴത്തേക്ക് ഈ ഡയറി എഴുതി തുടങ്ങും. ആദ്യം ജൂൺ 19 വായനാ ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയറി എഴുതി തുടങ്ങും. എല്ലാ 1ാം ക്ലാസ് മുതൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കും. വാർത്തെടുക്കണം. അതെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ കണ്ട് LKG UKG വിശേഷങ്ങളൊക്കെ കണ്ട് 1ാം ക്ലാസ്സിലെത്തി. ഓരോ പിള്ളേർ കരയുന്നുണ്ട്, അതുപോലെ ചിരിക്കുന്നുണ്ട്. ചിലർക്ക് സന്തോഷമാണ്. ഇവിടെ പഠിച്ചതും പുറത്തുനിന്ന് വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും നഗരസഭയും ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൊട്ടാരക്കര മീഡിയയുടെ ഓൾ ദ ബെസ്റ്റ്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.